നമ്മുടെ പാർട്ട് 2 സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡേറ്റ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അതുപോലെ തന്നെ സർവേ, ഡിഫറെൻറ്റ് മെത്തേഡ് യൂസ്ഡ് ഫോർ കളക്ടിങ് പ്രൈമറി ഡാറ്റാസ്, ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങളും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെയാണ് അതിന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ. ഈ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് ആദ്യം നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ ഐവാസുന്നിയയിൽ 100 വിദ്യാർത്ഥികളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ അവരുടെ ഡീറ്റെയിൽസ്, ആ 100 വിദ്യാർത്ഥികളുടെ അടുത്തു നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നമുക്കതിനെ സെൻസസ് മെത്തേഡ് എന്ന് നമുക്ക് പറയാം. സെൻസസ് മെത്തേഡ് അതായത് എല്ലാവരുടെ അടുത്തു നിന്നും നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുകയാണ്. എന്നിട്ടാണ് അവരുടെ ഫാമിലീസ്, അതുപോലെ തന്നെ അവരുടെ ജീവിത നിലവാരങ്ങൾ, കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആണെങ്കിൽ നമ്മൾ സെൻസസ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മളെന്താണ്, എല്ലാം പോപ്പുലേഷൻ എന്നാണ് പറയുക. ആ പോപ്പുലേഷൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാസ് കളക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു മെത്തേഡാണെങ്കിൽ, സെൻസസ് മെത്തേഡാണെങ്കിൽ, അതേ സ്ഥാനത്ത് നമ്മുടെ ഐവാസുന്നിയാലുള്ള 100 വിദ്യാർത്ഥികളുടെ അടുത്ത് നിന്ന് നമ്മൾ വെറും 10 വിദ്യാർത്ഥികളെ നമ്മൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്, നമ്മുടെ സ്റ്റഡി നടത്തുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മൊത്തം ഐവാസുന്നിയ കുട്ടികളുടെ ക്യാരക്ടർ, അവരുടെ ഫാമിലി സ്റ്റാറ്റസുകളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം, സാമ്പിൾ മെത്തേഡ് എന്ന് പറയാം. അവിടെ എന്താണ്, നമ്മൾ 100 ആളെ എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് എടുക്കുന്നുണ്ടാവും, 10 പേരെ അല്ലെങ്കിൽ 20 പേരെ മാത്രമേ നമ്മൾ എടുക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങനെയാണ്, അതായത് 100 പേരും അങ്ങനെയാണ്, ഈ ഒരു സാമ്പിളിനെ പഠിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അത്രയും പേര് ഇങ്ങനെയാവും എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് തുടക്കം അത് പറഞ്ഞത്. സോ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. എ സർവേ വിച്ച് ഇൻക്ലൂഡ് എവറി എലമെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. സർവേ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഡാറ്റ കളക്ഷൻ നടത്തുന്ന പ്രോസസ്സാണ് അല്ലേ. അവിടെ എവറി എലമെൻറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻക്ലൂഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പോപ്പുലേഷൻ എന്ന് പറയാം. അപ്പോൾ അല്ലെങ്കിൽ സെൻസസ് മെത്തേഡ് എന്ന് പറയാം, ദി മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് പറയാം. അപ്പം 100-ൽ നിന്ന് 100ഉം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് എന്യൂമറേഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണോ? സോ അതിനുള്ള എക്സാമ്പിളാണ്, ഇൻ ഇന്ത്യ സെൻസസ് ഈസ് ക്യാരിഡ് ഔട്ട് എവറി 10 years അല്ലേ. 2011 സെൻസസ് നടത്തും അല്ലേ. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയൊക്കെ നമ്മൾ അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്, എല്ലാവരെയും നമ്മൾ പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് സെൻസസ് നടത്തുന്നത്. അപ്പോൾ ഇനി അടുത്ത സെൻസസ് 2021 ഈ വർഷം ഇനി നടത്തുന്നതായിരിക്കും. അപ്പോൾ എന്താണ് അവിടെ, അതെന്തിന് എക്സാമ്പിളാണ്, സെൻസസ് മെത്തേഡിന് എക്സാമ്പിളാണ്. എ ഹൗസ് ടു ഹൗസ് എൻക്വയറി ഈസ് ക്യാരിഡ് ഔട്ട് കവറിംഗ് ഓൾ ഹൗസ് ഹോൾഡ് ഇൻ ഇന്ത്യ. ഡെമോഗ്രാഫിക് ഡാറ്റ ഓൺ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, ലിറ്ററസി, എംപ്ലോയ്മെൻറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി, സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ എക്സെട്ര ആർ കളക്റ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ ദ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ദി ലാസ്റ്റ് സെൻസസ് ഓഫ് ഇന്ത്യ വാസ് ഹെൽഡ് ഇൻ 2011 അല്ലേ. 2011 അവസാന സെൻസസ് ഇന്ത്യയിൽ നടത്തുന്നത്. അപ്പം പോപ്പുലേഷൻ അല്ലെങ്കിൽ സെൻസസ് മെത്തേഡിനൊരു ഉദാഹരണമാണ് ഇന്ത്യയിൽ നടത്തുന്ന പോപ്പുലേഷൻ സെൻസസ്. അത് 2011 അവസാനമായിട്ട് നടത്തിയത്. ഓരോ 10 വർഷത്തിനും ശേഷമാണ് എന്ത് നടത്തുക, സെൻസസ് നടത്തുക എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അതിന് ശേഷം ഇനി 2021 ഈ വർഷം നടക്കുന്നതായിരിക്കും. അതിലെന്താണ് കളക്ട് ചെയ്യുന്നത്, ബർത്ത്, ഡെത്ത് റേറ്റ്സ്, ലിറ്ററസി, എംപ്ലോയ്മെൻറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി, സൈസ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ, അത്തരത്തിലുള്ള
ഫുൾ ഡീറ്റെയിൽസും അതിൽ കളക്ട് ചെയ്യും. അപ്പോൾ അതെന്തിന് എക്സാമ്പിളാണ്? പോപ്പുലേഷൻ സർവേക്ക് എക്സാമ്പിളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. Population or the universe in statistics means totality of the items under study. അല്ലേ? 100-ൽ 100ഉം ടോട്ടൽ കംപ്ലീറ്റ്. A population is always all the individual item who possess certain characteristic according to the purpose of the survey. അപ്പോൾ എന്താണ് ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഉൾപ്പെടുന്ന എല്ലാ ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോപ്പുലേഷൻ. അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ദി ഫസ്റ്റ് ടാസ്ക് ഇൻ സെലക്ടിങ്. നെക്സ്റ്റ് എന്താണ്? ഇനി നമുക്ക് സാമ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ദി ഫസ്റ്റ് ടാസ്ക് ഇൻ സെലക്ടിങ് സാമ്പിൾ ഈസ് ടു ഐഡൻറ്റിഫൈ ദ പോപ്പുലേഷൻ. എ സാമ്പിൾ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓർ സെലക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഫ്രം വിച്ച് ഇൻഫർമേഷൻ ഈസ് ടു ബി ഒബ്റ്റെയിൻഡ്. അപ്പം സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഓൺലി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷനാണ്. അതായത് പോപ്പുലേഷൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിളിൽ ഒരു ഭാഗത്തെ മാത്രം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റഡി നടത്തുക. പോപ്പുലേഷനിൽ നമ്മൾ 100-ൽ 100ഉം എടുക്കുമെങ്കിൽ ഇവിടെ എന്താണ്? 100-ൽ ഒരു 20-ഓ 10-ഓ ഐറ്റംസിന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റഡി നടത്തുക. അതിനാണ് സാമ്പിൾ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താണ് ഒരു അരി നമ്മൾ എന്ത് ചെയ്യും? വേവിക്കുന്ന സമയത്ത് അത് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? വെന്തിട്ടുണ്ടോ അല്ലേ, അത് പാകമായിട്ടുണ്ടോ, കുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ച് റൈസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് വിരൽ കൊണ്ടൊന്നൊക്കെ എന്ത് ചെയ്യും? ഒന്ന് പ്രസ് ചെയ്ത് നോക്കും അല്ലേ. അതൊക്കെ എക്സാമ്പിളാണ്. എന്ത് അത് സാമ്പിളിൻ്റെ ഒരു എക്സാമ്പിളാണ്. എല്ലാ റൈസും എടുത്തിട്ടല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എ ഗുഡ് സാമ്പിൾ ഈസ് ജനറലി സ്മോളർ ദാൻ ദി പോപ്പുലേഷൻ. അപ്പോൾ സാമ്പിളിൻ്റെ ചില പ്രത്യേകതകളാണ്. ആൻഡ് ഈസ് ക്യാപ്പബിൾ ഓഫ് പ്രൊവൈഡിങ് റീസണബിളി ആക്യുറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി പോപ്പുലേഷൻ അറ്റ് മച്ച് ലോവർ കോസ്റ്റ് ആൻഡ് ഷോർട്ടർ ടൈം. ഗുഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് കുറവായിരിക്കും, 10-ഓ 20-ഓ ആയിരിക്കും. അങ്ങനെ 10-ഓ 20-ഓ ആവുന്ന സമയത്ത് ആ 20 കൃത്യമായിട്ട് നമ്മൾ എടുത്താൽ അത് മതി. എന്ത് കൃത്യം 100ൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും 100ൻ്റെ റിസൾട്ടും കാണിക്കാൻ അത് 10-ഓ 20-ഓ മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും അത് മതി. അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ നമുക്ക് 100 ആളെ പോയി കണ്ട് കളക്ട് ചെയ്യാനുള്ള ടൈമും എഫേർട്ടും അല്ലേ, അതിൻ്റെ ജോലിഭാരവും 20 എണ്ണത്തിന് വരുമോ? ഇല്ല. അപ്പോൾ അതും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഷോർട്ട് ടൈമും അതുപോലെ തന്നെ ലോവർ കോസ്റ്റുമേ നമുക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് എലമെൻസിനെയും നമ്മൾ പോപ്പുലേഷൻ സ്റ്റഡി ആണെങ്കിൽ, സെൻസസ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്തിട്ട് സ്റ്റഡി നടത്തും. സാമ്പിൾ ആണെങ്കിൽ ഓൺലി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷനെ നമ്മൾ എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് ടൈമിലും അതുപോലെ തന്നെ ലെസ് എഫേർട്ടും എടുത്തിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ്, റാൻഡം സാമ്പിളിംഗ്. ഇവിടെ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ is one where the individual units of from the populations are selected at random. Random എന്ന് പറഞ്ഞാൽ each and every item of the populations are being selected, അല്ലെങ്കിൽ equal chance for being selected. എല്ലാ ഐറ്റത്തിനും തുല്യ സാധ്യത ഉണ്ട് അതിലെന്ത് സെലക്ട് ചെയ്യപ്പെടാൻ. അതിനാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഒരു 100 പേരുള്ള ഒരു എന്താണ് കുറി അല്ലേ, കുറി നടത്തുന്ന സമയത്ത് അവിടെ നമ്മൾ 100 ആളുടെയും പേര് എഴുതിയിട്ട് ഒരു ബോക്സിലിടുകയാണ് ചെയ്യുക. അവിടെ എന്താണ് ആ 100 പേരെയും സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഒരാളാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് അത് 100ഉം സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. 1-ാമത്തെ ആളും 10-ാമത്തെ ആളും 100-ാമത്തെ ആളൊക്കെ ആവാനുള്ള സാധ്യത തുല്യമാണ് അല്ലേ. ഇതൊക്കെ എന്താണ് റാൻഡം സാമ്പിളിങ്ങിൽ വരുന്നതാണ്. ഇൻ റാൻഡം സാമ്പിളിംഗ് എവരി ഇൻഡിവിജ്വൽ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് അല്ലേ. ഓരോന്നും 1 മുതൽ 100 വരെയുള്ള ആൾക്ക് തുല്യ ചാൻസ് ആണ് അല്ലേ. ആർക്കും കൂടുതലും ഇല്ല കുറവുമില്ല. ദിസ് ഈസ് കോൾഡ് ലോട്ടറി മെത്തേഡ്. അതിനെ നമ്മൾ എന്തും പറയും? ലോട്ടറി മെത്തേഡ് എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. നെക്സ്റ്റ്, നോൺ റാൻഡം സാമ്പിളിംഗ്. ചിലപ്പോൾ എന്താണ് ഈ ഒരു തുല്യ ചാൻസ് നമ്മൾ സെലക്ട് ചെയ്യാൻ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോൺ റാൻഡം സാമ്പിളിംഗ്. എന്താണ് നോൺ റാൻഡം സാമ്പിളിംഗ്? ഇൻ എ നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഓൾ ദി യൂണിറ്റ്സ് ഓഫ് ദി പോപ്പുലേഷൻ ഡു നോട്ട് ഹാവ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്.
അതിലുള്ള 100 ആൾക്കും എന്താണ് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് തുല്യമായിരിക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ കൺവീനിയൻസിനും അതുപോലെ തന്നെ നമ്മളെ തീരുമാനപ്രകാരമൊക്കെ എന്ത് ചെയ്യാണ് നമ്മൾ സെലക്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മുടെ ഐവാ സുന്നിയാൽ 100 വിദ്യാർത്ഥികളുണ്ട് 10 ക്ലാസ്സുകളിലായിട്ട്, അല്ലെങ്കിൽ 5 ക്ലാസ്സുകളിലായിട്ട് 100 വിദ്യാർത്ഥികളുണ്ട്. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, ആ 100 പേരെ ഞാൻ എന്താണ് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ മാത്രം വന്നിട്ട് നിങ്ങളെ 10 പേരെ മാത്രം സെലക്ട് ചെയ്യാണ്. അത് ഞാൻ തീരുമാനിക്കുക, ഞാൻ ജഡ്ജ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കുകയാണ്. അതാണ് എനിക്ക് സൗകര്യം. ഞാൻ ആ വിദ്യാർത്ഥികളുമായിട്ട് അറിയുന്നുണ്ട്, അവരെനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ ഈ ഒരു ടെക്നിക്ക്, എൻ്റെ സാമ്പിളിങ് പ്രൊസീജിയർ എനിക്ക് എളുപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് തുല്യ ചാൻസ് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാമ്പിളിങ് മെത്തേഡാണ് എന്ത്, നോൺ റാൻഡം സാമ്പിളിങ്. ഇവിടെ എന്താണ്, കൺവീനിയൻസ് ഓർ ജഡ്ജ്മെൻറ്റ് ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ, എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഞാനാണ് നടത്തുമെങ്കിൽ അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്തിന്, സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ക്ലാസ്സിനെ സെലക്ട് ചെയ്താൽ മതി എന്നുള്ളത്. സോ ദേ ആർ മെയിൻലി സെലക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ജഡ്ജ്മെൻറ്റ്, പർപ്പസ്, കൺവീനിയൻസ് ഓർ കോട്ട ആൻഡ് ആർ നോൺ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ വിവിധ മെത്തേഡുകൾ കൂടിയാണ്. ഇവിടെ എന്താണ്, ജഡ്ജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കൺവീനിയൻസ് പറഞ്ഞാൽ സൗകര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയോ, അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിനും ഓരോ കോട്ടാസ് കൊടുക്കും. ഓരോ ക്ലാസ്സിന് എന്താണ് 2 പേരെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ തുല്യ ചാൻസ് കൊടുക്കാത്ത മെത്തേഡുകളാണ്, നോൺ റാൻഡം സാമ്പിളിങ്ങിൽ വരുന്ന മെത്തേഡുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ പോപ്പുലേഷനും സെലക്ട് ചെയ്യാനുള്ള സാധ്യത തുല്യമായിരിക്കും. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, തുല്യമായിരിക്കില്ല എന്നുള്ളതാണ് സാമ്പിളായിട്ട് സെലക്ട് ചെയ്യാനുള്ള സാധ്യത. നെക്സ്റ്റ്, സാമ്പിളിംഗ് എറർ. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ പാരാമീറ്റർ ആൻഡ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഇറ്റ്. അപ്പോൾ പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ 100 ആൾക്കാരെ എടുത്തിട്ട് നിങ്ങൾ 100 ആൾക്കാർക്കും എക്കണോമിക്സിന് കിട്ടിയ മാർക്ക്, 100 ആൾക്കാർ എക്കണോമിക്സ് എക്സാം എഴുതിയിട്ടുണ്ട്, അവരുടെ മാർക്ക്, അതിൻ്റെ മാർക്ക് എടുക്കുക, അതിൻ്റെ ആവറേജ് കാണുക. അതൊരു പാരാമീറ്ററാണ് എന്ന് മനസ്സിലാക്കുക. 100 ആൾക്കാർ എക്കണോമിക്സ് പരീക്ഷ എഴുതിയിട്ടുണ്ട്, 80ലാണ് എക്സാം എഴുതിയത്, അതിൻ്റെ ആവറേജ് കാണുക. 100 ആൾക്കാരത് ടോട്ടൽ ചെയ്താൽ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ആവറേജ്, മീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ആവറേജ് കണ്ടിട്ട് നമുക്കൊരു ആൻസർ കിട്ടി, നമുക്ക് 60 കിട്ടി. 80ൽ ആവറേജ് കുട്ടിക്ക് കിട്ടിയ മാർക്ക് 60ആണ്. അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ 20 അല്ലെങ്കിൽ 10 പേരെ കളക്ട് ചെയ്തു. 20 അല്ലെങ്കിൽ 10 പേരെ കളക്ട് ചെയ്തു. അങ്ങനെ കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്തു ചെയ്തു, ഞാൻ 10 പേരെ എക്കണോമിക്സിൻ്റെ മാർക്ക് എടുത്തു. അപ്പോൾ അങ്ങനെ എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയത് 55ആണ്. അപ്പോൾ എന്താണ്, അത് തമ്മിലൊരു വ്യത്യാസം വന്നു അല്ലേ. പോപ്പുലേഷൻ്റെ 60ഉം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ സാമ്പിൾ എടുത്തപ്പോൾ, അല്ലെങ്കിൽ സാമ്പിളിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ചെയ്യുന്ന മീനാണ് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ 10 ആളുടെ എടുത്ത് എക്കണോമിക്സിൻ്റെ മാർക്ക് കൂട്ടിയപ്പോൾ 55ഉം കിട്ടി അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഡിഫറൻസ് 5ആണ് എന്ത്, സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ. എന്താണ്, സാമ്പിൾ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ആ എറർ സംഭവിച്ചത്. അപ്പോൾ സാമ്പിളിംഗ് എറർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പോപ്പുലേഷൻ പാരാമീറ്റർ ആൻഡ് എ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഇറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ ഈസ് ദി സാമ്പിൾ എറർ അല്ലേ. അത് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ 60ഉം 55ഉം തമ്മിൽ 5ൻ്റെ വ്യത്യാസം, അതെന്താണ്, സാമ്പിളിംഗ് എറർ ആണ്. എ സാമ്പിളിംഗ് എറർ ഒക്കേഴ്സ് വെൻ ദ സാമ്പിൾ യൂസ്ഡ് ഇൻ ദി സ്റ്റഡി ഈസ് നോട്ട് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് എറർ വരാനുള്ള കാരണം, എന്താണ്, കറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് നമുക്ക് ആൻസർ എത്ര കിട്ടുമായിരുന്നു, അതും നമുക്ക് 60 കിട്ടുമായിരുന്നു.
So it is possible to reduce the magnitude of sampling error by taking larger sample. അല്ലേ, ഞാൻ 10 സാമ്പിളാണ് എടുത്തത്, അല്ലെങ്കിൽ 20 സാമ്പിളായിരുന്നു എടുത്തത്, അത് ഞാൻ 20 30 35 40 ആക്കിയിരുന്നെങ്കിൽ ഈ ഒരു എറർ എനിക്ക് കുറച്ചുകൂടി കുറച്ച് വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, നോൺ സാമ്പിളിംഗ് എറർ. Non-sampling error are more serious than sampling error because sampling error can be minimized by taking a larger sample. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. കാരണം സാമ്പിളിംഗ് എറർ നമുക്ക് കൂടുതൽ സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതേ സ്ഥാനത്ത് നോൺ സാമ്പിളിംഗ് എറർ നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. സോ it is difficult to minimize non-sampling error even by taking a large sample. Some of the non-sampling error are sampling bias, അല്ലേ, സാമ്പിളിങ്ങിൽ വന്നിട്ടുള്ള ബയാസുകൾ, നോൺ റെസ്പോൺസ് എറേഴ്സ്, അല്ലേ, നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാണ്ട് വരുന്ന ആ ഒരു എറേഴ്സ്, അതുപോലെ തന്നെ ഡാറ്റ അക്വയർ ചെയ്യുന്ന സമയത്ത് വരുന്ന എറേഴ്സ്, അല്ലേ, ഇതൊക്കെ എന്താണ്, നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് വരുന്ന തെറ്റുകളാണ്. ഇത്തരം തെറ്റുകളൊക്കെ വരുന്നത് കൊണ്ട് എന്ത് വരും, ഈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് വരും, അല്ലേ. റെസ്പോൺസ് ചെയ്യാത്തത്, കൃത്യമായിട്ട് റെസ്പോൺസ് ചെയ്യാത്തത് കൊണ്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ കളക്ഷൻ നടത്തും, അതുപോലെ തന്നെ കോഡിഫിക്കേഷനും അനാലിസിസും ഒക്കെ നടത്തും. ഇവിടെയൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുന്നത് വഴിയാണ് നമുക്ക് പ്രോബ്ലംസ് വരിക. അപ്പോൾ ഇതൊക്കെയാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കുന്ന പ്രധാന രീതികൾ. അതുകൊണ്ട് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ആണ് എന്ത് കൂടുതൽ പ്രോബ്ലം എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് സർവേ ആൻഡ് സാമ്പിൾ സർവേ. Under census method, we collect information from each and every unit of population relating to the problem under investigation. അല്ലേ, 100-ൽ 100ഉം നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലേ, സെൻസസ് മെത്തേഡിൽ. On the other hand, under sampling method, rather than collecting information about all the units of population, we collect information from a few selected item from population. അല്ലേ, ഇവിടെ എന്താണ്, നമ്മൾ എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്യുന്നതിന് പകരം 10-20 റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഐറ്റത്തു നിന്ന് മാത്രമാണ് എന്ത് ഇൻഫർമേഷനോ ഡേറ്റാസോ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ഒരു മെത്തേഡ് നമുക്കെന്ത് പറയുക, വ്യത്യാസമായിട്ട് പറയുന്നത്, സാമ്പിൾ മെത്തേഡിൽ ഓൺലി എ പാർട്ട് ഓഫ് യൂണിറ്റ്സ് എന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമ്മൾ എന്താണ്, സെൻസസിൽ എല്ലാ എലമെൻസിൻ്റെ അടുത്തു നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദി 2 ഇമ്പോർട്ടൻറ്റ് എറേഴ്സ് റിലേറ്റഡ് ടു സാമ്പിളിംഗ്. സാമ്പിളിംഗ് എററും അതുപോലെ തന്നെ നോൺ സാമ്പിളിംഗ് എററും നമ്മൾ പഠിച്ചു. നെക്സ്റ്റ്, ഡു സാമ്പിൾസ് പ്രൊവൈഡ് ബെറ്റർ റിസൾട്ട് ദാൻ സർവേ? ഗീവ് റീസൺ ഫോർ യുവർ ആൻസർ. സാമ്പിൾ സർവേ കംപ്ലീറ്റ് സെൻസസ് സർവേ നടത്തുന്നതിനേക്കാളും നല്ല റിസൾട്ട് നൽകുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് നൽകുന്നതാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ സാമ്പിൾ മെത്തേഡ് വി ടേക്ക് എ പാർട്ട് ഓഫ് ദി ഇൻഫർമേഷൻ. സാമ്പിൾ നമ്മൾ ഒരു പാർട്ട് ഓഫ് സ്റ്റഡിയാണ് നടത്തുന്നത്, അതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത്. A small number of trained investigators can collect and complete data. ഇവിടെ എന്താണ്, ചെറിയ ഗ്രൂപ്പിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ സാമ്പിൾ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. കാരണം എന്താണ്, എല്ലാ അടുത്തും പോയിട്ട് കളക്ട് ചെയ്യേണ്ട, ഓൺലി എ പാർട്ട് ഓഫ് യൂണിറ്റ്സ് നിന്ന് നമ്മൾ എന്ത് കളക്ട് ചെയ്താൽ മതി. അതുകൊണ്ട് കുറഞ്ഞ ആൾക്കാർ മതി. This information is reliable. In the case of doubt, enquiries can be undertaken for verification. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെരിഫിക്കേഷൻ നടത്താം. കാരണം നമ്മൾ കുറച്ച് ആളാണ് എടുക്കുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് തന്നെ വീണ്ടും പോയി കളക്ട് ചെയ്യാൻ പ്രയാസം ഉണ്ടാവില്ല. ഫോളോ അപ്പ് ഈസ് മെയ്ഡ് ഈസി ഇൻ ദിസ് കേസ്. നമുക്ക് എന്ത് ചെയ്യുക, ഫോളോ അപ്പ് നടത്താനും പ്രയാസമല്ല, കാരണം കുറഞ്ഞ മെമ്പേഴ്സിനാണ് നമ്മൾ എടുക്കുന്നത്. ഇൻ സർവേ മെനി ഡിഫിക്കൽട്ടീസ് ആർ ഫേസ്ഡ് വെൻ ദി യൂണിവേഴ്സ് ഈസ് വെരി ലാർജ്. നമ്മൾ
സെൻസസ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് പേര് ആയിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാ ഐറ്റത്തിനെയും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ആണ് എന്നുള്ളതാണ്. എ ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആർ റിക്വയർഡ് ഇൻ സർവേ. അപ്പോൾ ഇവിടെ നമുക്ക് സാമ്പിളിന് കുറച്ച് ആൾക്കാർ മതിയെങ്കിൽ ഇവിടെ ലാർജ് നമ്പർ ഓഫ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ഡൗട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അണ്ടർടേക്ക് എൻക്വയറി അഗെയിൻ ഫോർ വെരിഫിക്കേഷൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരെ വീണ്ടും കാണുക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാമ്പിൾ മെത്തേഡിൽ നമുക്ക് കുറഞ്ഞ ആൾക്കാർ മതി. അതുപോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വീണ്ടും ബന്ധപ്പെടുക. കാരണം കുറച്ച് പേര് ഉണ്ടാവും. അതേ സ്ഥാനത്ത് ഇവിടെ പോരാ, കുറഞ്ഞ ആൾക്കാർ മതിയാവില്ല, കൂടുതൽ പേര് വരണം. കൂടുതൽ ആളെടുത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വീണ്ടും സമീപിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, 2 മെത്തേഡുകളാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ട, സെൻസസും അതുപോലെ തന്നെ സാമ്പിൾ സർവേയും. സെൻസസിൽ നമ്മൾ എല്ലാ യൂണിറ്റ്സിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യും എന്നുള്ളതാണ്. സാമ്പിൾ ഓൺലി എ പാർട്ട് മാത്രം എടുത്തിട്ടാണ് കളക്ട് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ നമ്മൾ സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. ദെൻ സാമ്പിളിങ് എററും അതുപോലെ തന്നെ നോൺ സാമ്പിളിങ് എററും, അതുപോലെ തന്നെ റാൻഡം സാമ്പിളിങ്, നോൺ റാൻഡം സാമ്പിളിങ്, ദെൻ ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസുമാണ്. അപ്പം നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സുകളൊക്കെ വീണ്ടും വീണ്ടും കേട്ട് ക്ലാരിഫിക്കേഷൻസ് വരുത്തുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.